ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയൽമി എന്ന ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു പ്രൈസ് സെഗ്മെൻ്റ് എടുത്താലും അവരുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവുമെന്ന്. അതേപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഏതൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഓരോ കാറ്റഗറി വൈസിട്ടുള്ള സ്മാർട്ട് ഫോൺസും അവരെ ഉണ്ടാവുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ 15,000 സെഗ്മെൻറ്റിലെ സ്മാർട്ട് ഫോൺസ് നോക്കിക്കഴിഞ്ഞാൽ റിയൽമിയുടെ നമ്മൾക്ക് ഒരു ക്യാമറ ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ കാണാൻ സാധിക്കും, പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ കാണാൻ സാധിക്കും, ബാറ്ററി ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് അവർ സ്മാർട്ട് ഫോൺസ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇഷ്ടം പോലെ സ്മാർട്ട് ഫോൺസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് റിയൽമിയാണ്. നാർസോ 10 സീരീസ്, 20 സീരീസ്, റിയൽമി 7 സീരീസ്, 7i, അങ്ങനെ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ഇന്ത്യയിൽ റിയൽമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിൽ റിയൽമി 2 സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രീമിയം സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോൺസ് ആണ്, X7ഉം X7 Proയും. അത് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്മാർട്ട് ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻസും ഏകദേശം ഒരു പ്രൈസിംഗ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിയൽമി X7 Pro ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരാൻ സാധ്യതയുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം കാറ്റഗറിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് ചൈനയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിന് കിട്ടുന്ന പ്രൈസിങ് അല്ല, വളരെ കുറച്ച് പ്രൈസിങ്ങിലാണ് ഇത് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എക്സാക്ട് പ്രൈസിങ്ങിൽ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഡീലായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ. ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ റിയൽമി 7ൻ്റെ അതേ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൽ X7ൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ഏത് വെർഷനാണെന്ന് പറഞ്ഞിട്ടില്ല. X7 Proയിൽ നമുക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. അതേപോലെ ഈ 2 സ്മാർട്ട് ഫോണിൽ നമുക്ക് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി പറഞ്ഞിരിക്കുന്നത് ഇത് സാംസങ്ങിൽ നിന്നും ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ വൈസ് ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ പാനൽസ് ഉണ്ടാക്കുന്നത് സാംസങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാണാൻ സാധിക്കും. 2 ഡിസ്പ്ലേയും ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിലുള്ള ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സൈസിലാണ്. X7ൽ നമുക്ക് 6.4 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയും X7 Proയിൽ 6.5 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ റിഫ്രഷ് റേറ്റ് നമുക്ക് 60 Hz ആണ് X7ൽ കിട്ടുന്നത്. X7 Proയിൽ നമുക്ക് 120 Hz വരെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ടച്ച് സാമ്പിളിംഗ് റേറ്റിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. X7ൽ നമുക്ക് 180 Hz ആണ് കിട്ടുന്നത്. X7 Proയിൽ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് 2 സ്മാർട്ട് ഫോൺസും നമുക്ക് MediaTekൻ്റെ ഡയമൻസിറ്റി പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ റാം വരുന്നത് LPDDR5ഉം സ്റ്റോറേജ് UFS 2.1 ആണ്. അതേപോലെ ഈ 2 പ്രൊസസ്സർ മെയ്ഡ് ചെയ്തിരിക്കുന്നത് 7nm ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് X7ൽ കിട്ടുന്നത് MediaTekൻ്റെ ഡയമൻസിറ്റി 800+ ചിപ്സെറ്റും X7 Proയിൽ 1000+ ചിപ്സെറ്റുമാണ് കിട്ടുന്നത്. ഈ 1000+ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 855+ഉമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസസ്സറാണ്. ക്ലോക്ക് സ്പീഡ് വരുന്നത് X7ൽ 2.4 GHz X7 Proയിൽ 2.6 GHz ആണ് വരുന്നത്. GPU വരുന്നത് X7ൽ Mali G57ഉം X7 Proയിൽ Mali G67ഉം ആണ് വരുന്നത്. സോ ഓവറാൾ ഈ ഒരു പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പ്രീമിയം സ്മാർട്ട് ഫോണാണ് ഈ X7 Pro എന്ന് പറയുന്നത്. X7 Pro ഡയറക്റ്റ് നമുക്ക് ഇന്ത്യയിലെ കോമ്പീറ്റർ എന്ന് പറയുന്നത് OnePlus Nord തന്നെയാണ്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറയിൽ 2 സ്മാർട്ട് ഫോൺസും സിമിലർ രീതിയിൽ തന്നെയാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. 64 മെഗാ ഒരു പ്രൈമറി ക്യാമറ, 8 മെഗാ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ മാക്രോ, 2 മെഗാ ടച്ച് സെൻസിങ്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്യാമറ അപ്ഗ്രേഡേഷനായിട്ടൊരു 32 മെഗാ ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് X7 Proയിൽ 4K 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. X7ൽ 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ക്യാമറ നമുക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ക്യാമറയുടെ പെർഫോമൻസ് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4200 mAh ബാറ്ററിയാണ് X7ൽ കിട്ടുന്നത്. 4500 mAh ബാറ്ററിയാണ് X7 Proയിൽ കിട്ടുന്നത്. ഈ 2 സ്മാർട്ട് ഫോൺസും നമുക്ക് 65 വാട്ടിൻ്റെ സൂപ്പർ ഡയറക്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 to 100% 35 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഓവറാൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല സ്പെസിഫിക്കേഷൻസ് ആണ്. ഇൻ പേപ്പർ നല്ലൊരു സ്പെസിഫിക്കേഷൻ തന്നെയാണ്. റിയൽ ലൈഫിൽ എന്താകും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷേ ഇതിൻ്റെ അൺഡു ബെഞ്ച്മാർക്ക് സ്കോറൊക്കെ പറയുന്നത് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. അപ്പം X7 Proയിൽ നോക്കിക്കഴിഞ്ഞാൽ 4,70,000 അൺഡു ബെഞ്ച്മാർക്ക് സ്കോറുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ് തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രൈസിങ് ഞാൻ പറയാം. ബേസ് വേരിയൻറ്റ് 6GB 128GB വേരിയൻ്റ് ആണ് രണ്ടിൻ്റെയും.
X7ൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ചൈനീസ് പ്രൈസിങ്ങിനെ നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 19,610 റുപ്പീസാണ് ചൈനയിലെ 6GB 128GB വേരിയൻ്റെ വില. അതായത് 120,000 ആണ് X7 വരുന്നത്. ഇനി X7 പ്രോയിലേക്ക് വരുന്ന സമയത്ത് 23,000 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഡീലായിരിക്കും ഇന്ത്യൻ കസ്റ്റമേഴ്സിന്. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 2 ഡിഫക്ട്സ് ആയിട്ട് മെയിനായിട്ടും പറയുന്നത്, ഒന്ന് ഇതിന് 3.5mm ജാക്ക് ഇല്ല എന്നുള്ളതും, രണ്ടാമത്തത് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊരു ഡിഫാൾട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. 128GB വേരിയൻറ്റിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് എല്ലാവർക്കും തന്നെ. പിന്നീട് ഈ 3.5mm ജാക്ക് 3.5mm ജാക്ക് ഉണ്ടെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിനെയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളെയും കച്ചവടം നടക്കത്തില്ല. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും 3.5mm ജാക്ക് ഒഴിവാക്കിയിട്ടായിരിക്കും വരുന്നത് മോസ്റ്റ് പ്രോബബിളി. അതേപോലെ തന്നെ പക്ഷേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ Type-C to 3.5mm അഡാപ്റ്റർ നമുക്ക് ഇൻ ദ ബോക്സ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് വൈഡ് ഹെഡ്സെറ്റും ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അത് രണ്ടൊരു ഡിഫാൾട്ടായിട്ട് എനിക്കും തോന്നുന്നില്ല. എനിക്ക് ഡിഫാൾട്ടായിട്ട് തോന്നിയത് എന്ന് പറയുന്നത് റാമിൻ്റെ വേരിയൻറ്റ് UFS 2.1 നിന്നും ഒരു അപ്ഗ്രേഡ് നടത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുമാത്രമേ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് റിയൽ ലൈഫിൽ വരുന്ന സമയത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.